പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കൾ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഗ്രീറ്റ് ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് കടക്കാം. ദൈവവചനം നമ്മളിൽ ക്രിയ ചെയ്യട്ടെ. ദൈവവചനം നമ്മളെ പണിയട്ടെ. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് നമുക്ക് വളരാം. ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കണം. 5-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ ആദ്യത്തെ വാക്യമാണ് Be ye therefore followers of God as dear children. ഒത്തിരി എന്റെ ഹൃദയത്തെ സ്പർശിച്ചൊരു വാക്യമായി. പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കണം. ദൈവത്തെ അനുസരിപ്പിൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തെ അനുകരിക്കുക. 4-ാം അധ്യായം അവസാനിക്കുന്നത് ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ലോകം കണ്ടിട്ടുള്ളതിലും ഏറ്റവും വലിയ ക്ഷമ ലഭിച്ചവരാണ് നമ്മൾ. ഒറ്റ നിമിഷം കൊണ്ട് കാൽവരി രക്തം കൊണ്ട് പാപക്കറകളെ എല്ലാം തുടച്ചു നീക്കി നമ്മളെ ശുദ്ധീകരിച്ച് ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ വെണ്മയുള്ളവരാക്കി തീർത്തു. 32-ാം വാക്യം 4-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമോ? ദൈവത്തിന്റെ ദീർഘക്ഷമയെ മനസ്സിലാക്കുന്ന വിശ്വാസികൾ അതിനൊത്തവണ്ണം തങ്ങളുടെ സഹവിശ്വാസികളോട് ക്ഷമിക്കിൻ എന്ന് പ്രബോധിപ്പിച്ച ശേഷം 5-ാം അധ്യായം തുടങ്ങുകയാണ്. ആകയാൽ എന്നൊരു വാക്ക് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. ആകയാൽ എന്ന് വെച്ചാൽ യേശു കർത്താവിൽ പിതാവായ ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ. അതിനെ കണക്റ്റഡ് ആയിട്ടാ. ഇറ്റ്സ് എ കണക്റ്റഡ്. എനിക്കിത് വായിക്കുമ്പോൾ 4:32 തുടങ്ങി 5-1 കണക്റ്റഡ് ആയിട്ടാ, അടുത്ത ബന്ധമുള്ള വാക്യമായിട്ടാ എനിക്ക് മനസ്സിലാവുന്നത്. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ആ ഒരു വാക്യത്തിന് ബലം പകരുവാനായിട്ട് അടുത്ത വാക്യം പറയാം: ക്രിസ്തുവിലും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. 2 കാര്യങ്ങൾ. 1, ക്രിസ്തുവിൽ ക്ഷമിക്കണം. 2, ക്രിസ്തുവിൽ നമ്മൾ സ്നേഹിക്കണം. ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ക്രിസ്തു നമ്മോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. It is not a natural thing. It is not a natural love. It is a supernatural love. It's not a natural forgiveness. It is a supernatural forgiveness. ദൈവമക്കളെ, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. ജോസഫ് അപ്പന്റെ പ്രിയ മകനായിരുന്നു. ബെല്ലവഡ് സണ്ണായിരുന്നു. ഡിയർ സണ്ണായിരുന്നു. ആ സ്നേഹത്തിന്റെ ആർദ്രതയിൽ നിന്നുകൊണ്ടാ അപ്പൻ മകന് ഒരു നിലയങ്കി കൊടുത്തത്, വർണ്ണക്കുപ്പായം കൊടുത്തത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട് പ്രാരംഭത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നാൽ ഒരു മതമല്ല. പല മതങ്ങളുടെ കൂട്ടത്തിൽ ഒരു മതമല്ല ക്രിസ്ത്യാനിറ്റി. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ ഫാദർ ആൻഡ് ദ ചിൽഡ്രൻ. സർവശക്തനായ ദൈവം, അഖിലാണ്ടത്തെ നിർമ്മിച്ച ദൈവം നമ്മുടെ പിതാവാണ്. ഹി ഈസ് അവർ ഫാദർ. ഹി ഈസ് അവർ ഫാദർ. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം ആരൊക്കെ ആയാലും സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവത്തിന്റെ ഉടമസ്ഥനാണ്, സൃഷ്ടിതാവാണ്.
എല്ലാം ശരിയാണ്. പക്ഷെ അവർ പ്രൈമറി റിലേഷൻഷിപ്പ് വിത്ത് അവർ ഗാഡ് ഈസ് ഹി ഈസ് അവർ ഫാദർ, ഹി ഈസ് അവർ ബിലവഡ് ഫാദർ. അവൻ നമ്മുടെ പിതാവാണ്, അവിടുന്ന് നമ്മുടെ പിതാവാണ്. അപ്പോ ആ പ്രിയ മക്കൾ എന്നുള്ള സ്ഥാനത്തേക്കൊന്ന് കയറി നിൽക്കണം ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന് വേണ്ടി എന്തു ചെയ്താലും നിർബന്ധത്തോടെ ചെയ്യരുത്. ദൈവത്തിനു വേണ്ടി എന്തു ചെയ്താലും പുത്രത്വത്തിൽ നിന്നുകൊണ്ട് ചെയ്യണമെന്ന്, പ്രിയ മക്കൾ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം എന്തു ചെയ്താലും ദൈവത്തിന്റെ പുത്രന്മാരാണ് നമ്മൾ, ദൈവത്തിന്റെ പ്രിയ മക്കളാണ് നമ്മൾ എന്നുള്ള ബോധ്യത്തോടെ ആകണം നാം ചെയ്യേണ്ടത്. ഞാൻ യൗവനക്കാരോട് പറയും, യൗവനക്കാരെ, നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നത് നരകത്തിൽ പോകും എന്നുള്ള ഭയം കൊണ്ടല്ല. നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നത് നാം ദൈവത്തിന്റെ പ്രിയ മക്കളായതുകൊണ്ടാണ്. നാം ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പോൾ 1 John chapter 3, 1 യോഹന്നാൻ 3-ാം അധ്യായം പറഞ്ഞു, ദൈവത്തിന്റെ മക്കൾ ആർക്കും പാപം ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ സന്തതിയാണ്. So we are the dear children, beloved children of God. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാ പുത്രത്വം എന്ന സബ്ജക്റ്റ്. ഐ ലവ് ഇറ്റ്. കാരണം അതാണ് നമ്മുടെ പ്രിവിലേജ്. ഇനി ഭയപ്പെടുവാൻ ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്, അബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ. പരിശുദ്ധാത്മാവിന്റെ പേര് കേട്ടോ, പുത്രത്വത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. കർത്താവിന് കിട്ടിയ അതേ പ്രിവിലേജ് ആണ്, കർത്താവിന്റെ അതേ പ്രിവിലേജ് ആ സ്വർഗത്തിൽ നമുക്ക് തന്നേക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ ദൈവത്തിന്റെ പ്രിയ മകളാണ്, പ്രിയ മകനാണ്? ദൈവത്തിന്റെ ഏറ്റവും നല്ല സദ്ഗുണങ്ങളിൽ ഒന്ന് ക്ഷമിക്കുന്ന സ്നേഹം എന്നുള്ളതാണ്. ഫോർഗിവിംഗ് ലവ് ആണ്. ആ ഒരു സ്നേഹം നമ്മുടെ കണ്ണുകളെ ആകർഷിക്കണം. We have to show the same spirit. ആ സ്നേഹം നമ്മളിൽ നിന്ന് ഒഴുകണം. ആമേൻ. നമ്മൾ പ്രിയ മക്കളായി തീർന്നു. എഫീസ് ലേഖനത്തിന് പറയാനുള്ള അതാണ്. കൃപയാൽ നമ്മളെ ദത്തെടുത്തു. ആ രക്തത്താൽ നമ്മളെ ആ സ്നേഹത്തിൽ മുൻനിയമിച്ച് അതിക്രമങ്ങളുടെ പാപത്തിൽ നമ്മളെ വീണ്ടെടുത്തു. തന്റെ നിത്യ സ്നേഹത്താൽ, അളവില്ലാത്ത സ്നേഹത്താൽ, തീരാത്ത സ്നേഹത്താൽ, ഒരിക്കലും അളക്കാൻ കഴിയാത്ത സ്നേഹത്താൽ, മാറാത്ത സ്നേഹത്താൽ നമ്മളെ തെരഞ്ഞെടുത്തു, നമ്മളെ വിളിച്ചു. തന്റെ കൃപയാൽ നമ്മളെ ഉയർപ്പിച്ചു, തന്റെ മഹത്വമാക്കി മാറ്റി, ദൈവത്തിന്റെ പുകഴ്ചയാക്കി മാറ്റി, തന്റെ പ്രത്യേക സമ്പത്താക്കി മാറ്റി, നമ്മളെ തന്റെ കണ്ണിലെ കൃഷ്ണമണിയാക്കി മാറ്റി. ഹല്ലേലൂയ. നമ്മുടെ മേൽ കരുണയും ദയയും ദൈവം പകർന്നു. അതുകൊണ്ട് നാം അവനെ അനുകരിക്കണം. We have to follow him. We have to imitate him. നമുക്കറിയാം ഈ അനുകരിക്കുക എന്നുള്ള പദം, അനുകരിക്കുക. സിനിമാ നടന്മാരെ അനുകരിക്കും ആൾക്കാർ. ഈ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവരുന്നത് സിനിമാ നടന്മാരാണ്. സിനി സ്റ്റാർസ് കമ്പനികൾ അവരൊരു പുതിയ സ്റ്റൈൽ ഇറക്കുമ്പോ അവർ സിനിമാ നടന്മാരെ കൊണ്ട് അത് പരസ്യം ചെയ്യിപ്പിക്കും. കാരണം ജനത്തിന്റെ ഇടയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അവരെ കൊണ്ട് പറ്റും. കാരണം അവരെ ജനങ്ങൾ അന്ധമായി അനുകരിക്കുന്നുണ്ട്. അനുകരണം മനുഷ്യന്റെ ഒരു സ്വതസിദ്ധമായ ജന്മമായിട്ടുള്ള ഇൻബോൺ കിട്ടിയ ഒരു കഴിവാണ് അനുകരിക്കുക എന്നുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ട്, യേശുദാസ് പാടുന്നത് പോലെ പാടുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഇമിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ
ഒറിജിനൽ പോലെ തന്നെ, സെയിം, നോ ഡിഫറൻസ്, അതേപോലെ തന്നെ ചെയ്യുക. ആ സിനിമയിലെ നടൻ വെട്ടിയേക്കുന്ന പോലെ മുടി വെട്ടുക, ആ മനുഷ്യൻ വെച്ചേക്കുന്ന പോലെ കണ്ണാടി വെക്കുക, അദ്ദേഹത്തിന്റെ പോലെ ചെരുപ്പിടുക. ഇതൊക്കെ ഈ കാലഘട്ടത്തിന്റെ ഓരോ ട്രെൻഡുകൾ. അനുകരിക്കുക. ദൈവവചനം പറയുന്നത് നമുക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരാള്, പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുക. മോഡൽ ഈസ് ഗുഡ്, ബട്ട് ഇറ്റ് ഷുഡ് ബി മോഡസ്റ്റ്. നല്ല മോഡലൊക്കെ തിരഞ്ഞെടുക്കാൻ കുഴപ്പമില്ല, പക്ഷെ അത് മോഡസ്റ്റ് ആയിരിക്കണം. ദൈവമക്കളെ, ദൈവത്തെ അനുകരിക്കാൻ പറ്റുമോ? ഇതാണ് എന്റെ ചോദ്യം. ക്യാൻ യു ഇമിറ്റേറ്റ് ഗോഡ്? ദൈവത്തെ അനുകരിക്കാൻ പറ്റും. ഈ എഫേസ്യ ലേഖനം എഴുതുമ്പോ എഫെസോസിലെ വിശ്വാസികളെ പോലെ അത്ര വലിയ ആഴമായ ആത്മബന്ധവും ദൈവത്തോടുള്ള ബന്ധമൊന്നുമില്ലാത്ത, അത്ര ആത്മീയ കാഴ്ചപ്പാടില്ലാത്ത കൊരിന്ത്യരെ സഭയോട് പറയാണ്, എന്നെ നിങ്ങൾ അനുകരിപ്പിൻ. പൗലോസ് പറയാം, എന്നെ അനുകരിപ്പിൻ. ഞാൻ ദൈവത്തെ അനുകരിക്കുന്നു, നിങ്ങൾ എന്നെ അനുകരിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അങ്ങനെയെങ്കിലും ചെയ്യും, എന്റെ ഭാഷയെ പറഞ്ഞു. എന്നാൽ ഇത്രയും വലിയ ആത്മീക മർമ്മങ്ങളെ എഫെസോസിലെ സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇവിടെയുള്ള ദൈവമക്കളുടെ ആത്മാവിലുള്ള അവരുടെ ആഴം, അവരുടെ ജ്ഞാനം, അവരുടെ മേലുള്ള ദൈവകൃപ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തി അനുസരിച്ച ദൈവത്തിന്റെ വചനത്തിന്റെ ആഴം കൂട്ടുന്നത്. അതേപോലെ എഫെസോസിലെ സഭയിലെ വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ ദൈവത്തെ അനുകരിക്കണം. കൊരിന്ത്യരോട് പറഞ്ഞ നിങ്ങൾ എന്നെ അനുകരിക്കാൻ പൗലോസ് പറഞ്ഞപ്പോ എഫെസോസിലെ മുതിർന്ന വിശ്വാസികളോട്, ആത്മീകമായി വളർച്ച പ്രാപിച്ച വിശ്വാസികളോട് പറയുക, നിങ്ങൾ ദൈവത്തെ അനുകരിപ്പീൻ. ബി ദ ഇമിറ്റേറ്റേഴ്സ് ഓഫ് ഗോഡ്, therefore follow God. ദൈവത്തെ അനുകരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവത്തെ അനുകരിക്കുന്നത്? രണ്ടാമത്തെ വാക്യത്തില് ഒരു വലിയ ഉദാഹരണം പറയുന്നുണ്ട്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനായ വഴിപാടും യാഗവും അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. സോ ഇറ്റ് ഈസ് കണക്റ്റഡ്. കർത്താവ് നമ്മളെ സ്നേഹിച്ചൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ വേണം നമ്മൾ കോപ്പി ചെയ്യാൻ. As Christ loved you, ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളും സ്നേഹിക്കണം. അതാണ് അവിടുത്തെ ഇതിവൃത്തം, അതാണ് അവിടുത്തെ നട്ഷൽ. ദൈവമക്കളെ, സ്നേഹമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. ദൈവവചനം പ്രത്യേകിച്ച് പുതിയ നിയമം ഊന്നൽ നൽകുന്നത് ലവ്, ബിക്കോസ് ഗാഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. സ്നേഹമുള്ളിടത്ത് ക്രോധമില്ല, സ്നേഹമുള്ളിടത്ത് പകയില്ല, സ്നേഹമുള്ളിടത്ത് പിണക്കമില്ല, സ്നേഹമുള്ളിടത്ത് കുറ്റാരവുമില്ല, സ്നേഹമുള്ളിടത്ത് ക്രോധമില്ല. സ്നേഹം സകലത്തെയും പൊറുക്കുന്നു, സകലത്തെയും ക്ഷമിക്കുന്നു, ദീർഘമായി സഹിക്കുന്നു. എന്നിട്ട് ഇദ്ദേഹം പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ ദാസൻ പറയാ, നിങ്ങൾ എങ്ങനെയാ ദൈവമക്കളായത്? നിങ്ങൾ ദൈവത്തിന്റെ പ്രിയ മക്കളായത് യേശു കർത്താവ് ദൈവത്തോട് നമ്മളെ നിരപ്പിച്ചു. നമ്മുടെ പാപങ്ങൾ നമ്മളോട് ക്ഷമിച്ചു, നമ്മളോട് പൊറുത്തു. അത് കർത്താവ് വെച്ചോണ്ടിരുന്നില്ല. ആ പാപങ്ങളുടെ കണക്ക് പുസ്തകം സ്വർഗത്തിൽ സൂക്ഷിച്ചിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു മഹാകൃപയാലുള്ള മനസ്സലിവിനാലുള്ള സ്നേഹത്തിന്റെ നിമിത്തം ഒരു വലിയ പാപക്ഷമ ലഭിച്ചെങ്കിൽ നിങ്ങൾ അന്യോന്യം ക്ഷമിക്കണം. നിങ്ങൾ ഇത്രയും വലിയ എവർ എൻഡിങ്, എവർ ലാസ്റ്റിംഗ് ലവ് കിട്ടിയെങ്കിൽ, ഒരിക്കലും പറ്റാത്ത, ഒരിക്കലും നിലയ്ക്കാത്ത
ആഴം കണ്ടെത്തുവാൻ കഴിയാത്ത, വീതി കണ്ടെത്തുവാൻ പറ്റാത്ത, ഉയരം കണ്ടെത്തുവാൻ പറ്റാത്ത വലിയ സ്നേഹത്തിന്റെ ഉടമകളായി തീർന്നെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ നിന്നത് പ്രാപിച്ചെങ്കിൽ, മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രാപിച്ച കൃപയെ നിങ്ങൾ കൊടുക്കണം. നിങ്ങളത് പിടിച്ചു വെക്കരുത്. നിങ്ങൾ ഈ ലോകത്തിൽ ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യണം. 2 കാര്യങ്ങൾ. ദൈവം ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിക്കണം. 4:32. ദൈവം നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. പറ്റുമോ? ഈ ക്ഷമയുടെയും ഈ സ്നേഹത്തിന്റെയും അളവുകോല് മാനുഷിക സ്നേഹം, മാനുഷികമല്ല, അത് ദൈവികമാണ്. ഇത് പറയുമ്പോൾ നമ്മൾ പറഞ്ഞേക്കാം, പാസ്റ്ററെ, കർത്താവിന്റെ ദാസനെ, ഇത് പ്രാക്ടിക്കൽ ആണോ? ദൈവമക്കളെ, ആത്മാവി ഞാൻ പറയട്ടെ, കഴിയുന്നിടത്തോളം നാം അത് ചെയ്യണം. ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തുവിൽ നമ്മളെ സ്നേഹിച്ചതുപോലെ ആമേൻ സ്നേഹിക്കുക. ആമേൻ. ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുക. ഇവിടെ അനുകരിക്കുക എന്ന വാക്ക് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അനുകരിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷില് KJV ഞാൻ നോക്കിയപ്പോൾ ഫോളോ എന്ന വാക്കാണ്. ഫോളോ ചെയ്യുക. ഫോളോ എന്ന പദം മലയാളത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ 3 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, അനുഗമിക്കുക, പിൻപറ്റുക. അനുഗമിക്കുക, മത്തായി 16:24. എഫേസ്യ ലേഖനം 5:1 അനുസരിച്ച് അനുകരിക്കുക എന്നാണ്. 1 അനുഗമിക്കുക, 2 അനുകരിക്കുക, 3 പത്രോസ് 2:21 പ്രകാരം പിന്തുടരുക. പിന്തുടരുക. നമുക്ക് പിന്തുടരുവാൻ അവൻ നല്ല ഒരു മാതൃക വെച്ചിട്ട് പോയി. അവിടെയാണ് പത്രോസിന്റെ ലേഖനത്തിലെ വാക്യം കിടക്കുന്നത്. നമ്മളിത് സവിസ്തരമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 2:1 അവൻ പിന്തുടരുവാൻ നല്ല ഒരു മാതൃക നമുക്ക് വെച്ചിട്ട് പോയി. മൂലഭാഷയിലും ഈ പദങ്ങൾക്ക് ഇതേ അർത്ഥത്തിലുള്ള 3 പദങ്ങളാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതിൽ അനുകരിക്കുക എന്നതാണ് ഏറ്റവും ആശയഗാംഭീര്യമുള്ള വാക്ക്. ഏറ്റവും ആശയഗാംഭീര്യമുള്ള വാക്ക് അനുകരിക്കുക എന്നതാണ്. നമ്മൾ അനുഗമിച്ചാൽ മാത്രം പോരാ, പിന്തുടർന്നാൽ മാത്രം പോരാ. മുമ്പേ പോയ ആൾ എങ്ങനെ പോയോ അങ്ങനെ തന്നെ പോകാൻ. ഉദാഹരണത്തിന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതേ ആളിന്റെ അതേ വസ്ത്രരീതി, അതേ നടപ്പ്, അതേപോലെ തന്നെ നമ്മുടെ അടുത്തിലെ ഡിറ്റോ ആയിട്ട് പോകണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. സ്വർഗം താഴേക്ക് നോക്കുമ്പോൾ, ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട വീണ്ടും ജനനം പ്രാപിച്ചൊരു ദൈവമക്കൾ, ദൈവ പൈതലിനെ കാണുമ്പോ യേശുവിനെ പോലെ ഇരിക്കണം. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. വേറെ ആരെയും പോലെ നമ്മൾ ഇരിക്കണം ദൈവം ആഗ്രഹിക്കുന്നില്ല. വേറെ ആരെയും പോലെ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ചില കാര്യങ്ങളിൽ ദൈവത്തെ അനുകരിക്കണം എന്ന് എഴുതിയിട്ടുണ്ട് ദൈവത്തിന്റെ വചനത്തിൽ. ദൈവത്തിന്റെ ചില ഗുണങ്ങൾ നമ്മൾ അനുകരിക്കണം. സിംപ്ലി കോപ്പി ഇറ്റ് ഇൻ യുവർ ലൈഫ്. അപ്പം ബിലവഡ് ചിൽഡ്രൻ ആയിട്ട്, പ്രിയ മക്കളായിട്ട്. ഇപ്പൊ പ്രിയ മക്കളുടെ പ്രത്യേകത, നമ്മുടെ മക്കൾ നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കോപ്പി ചെയ്യും. They will copy our habits. They will copy our dress code. They will copy our style. നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു അവർ കോപ്പി ചെയ്യും. Because they love us. അന്ന പോലെ തന്നെ നമ്മൾ പ്രിയ മക്കളായിട്ട് അനുകരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എഫേസ്യ ലേഖനം 4:32 പറഞ്ഞു കഴിഞ്ഞു. കർത്താവിന്റെ ക്ഷമയും മനസ്സലിവും നമ്മൾ അനുകരിക്കണം. ഒന്നാമത് അനുകരിക്കേണ്ടത് കർത്താവിന്റെ ക്ഷമയാണ്. 1 Corinthians 40 അടി അടിച്ചു, 39 അടി ദൈവദൂഷകന്മാർക്ക് കൊടുക്കുന്ന അടി അടിച്ചിട്ട് ഉഴവുചാല് പോലെ കീറി.
ഒരു വണ്ടിക്കാളയെ കൊണ്ടുപോകുന്ന പോലെ കാൽവറിയിലേക്ക് കൊണ്ടുപോയി 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. 3 ആണികളുടെ മേൽ തൂങ്ങപ്പെട്ട അവസാനത്തെ ശ്വാസം വലിക്കുമ്പോഴും തന്നെ കുത്തി മുറിവേൽപ്പിച്ചവരെ തന്റെ കരങ്ങളിൽ ആണി അടിച്ചവർക്ക് വേണ്ടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവം. ഹല്ലേലൂയ. That is the depth of that forgiveness. ആ ക്ഷമ, ലാസറിന്റെ കല്ലറക്കിൽ നിന്ന് കരഞ്ഞ മനസ്സലിവ്, 3 ദിവസമായി തന്റെ കൂടെ ഇരുന്ന് വചനം കേട്ടവരെ വിശന്നു വിടാൻ മനസ്സില്ലാതിരുന്ന മനസ്സലിവ്, കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവരെ തടയരുത്, അവരെ എന്റെ അടുക്കലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് അവരെ വിളിച്ച മനസ്സലിവ്. ആമേൻ. അന്ധന് കാഴ്ച കൊടുത്ത മനസ്സലിവ്, കുഷ്ഠരോഗിയെ കരം കൊണ്ട് തൊട്ട് സൗഖ്യമാക്കിയ മനസ്സലിവ്. കർത്താവിന്റെ ഹൃദയത്തിന്റെ മനസ്സലിവിനെ അനുകരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 6:36, മത്തായി 18:33. ആമേൻ. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ റോമാലേഖനം 15:14 ഞാൻ വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനം നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തരമാകും എന്ന് നിങ്ങൾ അറിയുന്നു. ആമേൻ. നിങ്ങൾ ദയാപൂർണരാണ്. നിങ്ങൾക്ക് അകത്ത് ദയയുണ്ട്, നിങ്ങളുടെ അകത്ത് കരുണയുണ്ട്, നിങ്ങളുടെ അകത്ത് മനസ്സലിവുണ്ട്. രണ്ടാമത്തെ കാര്യം, സദ്ഗുണങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ കർത്താവിനെ അനുകരിക്കണം. മത്തായി 5:48, മാത്യു ചാപ്റ്റർ 5. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. മത്തായി 5:48 പ്രാക്ടിക്കൽ ലെസൺസ് ഞാൻ വായിക്കാം. 5:48, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സദ്ഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സദ്ഗുണപൂർണരാകണം. സദ്ഗുണത്തിൽ ആമേൻ നമ്മൾ കർത്താവിനെ അനുകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്വർഗീയ പിതാവ് സദ്ഗുണപൂർണനായിരുന്നത് പോലെ നമ്മളും സദ്ഗുണപൂർണരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മൂന്നാമത്, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യം അനുസരിച്ച് ദൈവത്തിന്റെ വചനം പറയാ, യേശു കർത്താവ് തന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. ക്രിസ്തുവിന് താൻ ദൈവപുത്രനാണ് എന്ന് സ്വയമായിട്ട് അറിയാമായിരുന്നിട്ടും മനുഷ്യരായ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ചിരുന്നെങ്കിൽ കേവലം മനുഷ്യരായ നമ്മൾ എത്രയധികം നാം കീഴടങ്ങി ജീവിക്കണം. അങ്ങനെ നല്ലൊരു മാതൃക യേശു നമുക്ക് കാണിച്ചു തന്നു. He was obedient to his father and mother. കർത്താവായ യേശു ക്രിസ്തു തന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. എന്ത് നല്ല മാതൃക അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 4-ാം അധ്യായം 16-ൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറയാണ്. കർത്താവായ യേശു ക്രിസ്തു പതിവ് പോലെ ആലയത്തിൽ ചെന്ന് 4:16 അവൻ വളർന്ന നസറേത്തിൽ വന്ന് ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റു. പതിവ് പോലെ. That means he was regularly doing it. കൃത്യമായി പതിവ് പോലെ പള്ളിയിൽ പോകുന്ന ആളായിരുന്നു കർത്താവ്. ആരാധനയിൽ കൃത്യമായി സംബന്ധിക്കുന്ന ആളായിരുന്നു. ആ പതിവ് പോലെ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. ലൂക്കോസ് 4:16 ഞാൻ വായിച്ചത്. താൻ വളർന്ന നസറേത്തിൽ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കാൻ എഴുന്നേറ്റു നിന്നു. അപ്പം നമ്മളിൽ ചിലരെ പോലെ വർഷത്തിലൊരിക്കലോ 4 മാസത്തിലോ പള്ളിയിൽ പോകുന്ന ആളല്ലായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. പതിവ് പോലെ അനുകരിക്കണം. കർത്താവിന്റെ വചനം പറയാം, നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. കർത്താവ് ഒരു മാതൃക കാണിച്ചു തന്നു. Don't miss your worship. നിങ്ങളുടെ ആരാധനകൾ ഒരിക്കലും അവൻ ഉപേക്ഷയായി വിചാരിക്കരുത്.
ഹൃദയത്തിൽ ആരാധിക്കാൻ ആഗ്രഹമുള്ള ദൈവമക്കളൊക്കെ കൊതിച്ചുകൊണ്ടിരിക്കുക ഈ സീസണില്. ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയും. 5 മാസത്തിൽ കൂടുതലായി നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിട്ട്, ഒരുമിച്ച് അപ്പം നുറുക്കിയിട്ട്, ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ചിട്ട്, ഹൃദയ നുറുക്കത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് കാണിച്ചെന്ന മാതൃകയാണപ്പാ. അങ്ങ് പള്ളിയിൽ പോയിരുന്നു, ഞങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി പിന്നെയും തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുക. അവസരം കിട്ടിയപ്പോഴൊക്കെ ഞങ്ങൾ ഉഴപ്പി. നിസാര കാര്യത്തിന് ഞങ്ങൾ സഭയിൽ കർത്താവിനെ ആരാധിക്കാൻ പോകുന്നതിൽ ഞങ്ങള് വിമുഖത കാണിച്ചു. ഇന്ന് പോയില്ലേലും കുഴപ്പമില്ല, പാസ്വേഡ് എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ആരാധനയെ വലിയ ലാഘവത്തോടെ, ഞാൻ ഒരാളെ ഉദ്ദേശിച്ചല്ല, നമ്മളെല്ലാവരും അങ്ങനെയാണ്. പക്ഷെ ഓർത്തോണം, വി ആർ ഗ്രീവിംഗ് ദ ഹോളി സ്പിരിറ്റ്. ബാക്കി ദൈവമക്കളൊക്കെ അഭിഷേകത്തിൽ നിറഞ്ഞ് ആരാധിക്കുമ്പോൾ നമ്മളെ അവിടെ കണ്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. അതിലുപരി നിങ്ങളുടെ ദൈവദാസൻ ദുഃഖിക്കുന്നു. ശ്രദ്ധിച്ചേ ദൈവമക്കളെ, അടുത്തത് പ്രാർത്ഥനയിൽ യേശു നമുക്ക് മാതൃകയാണ്, അനുകരിക്കാൻ കൊള്ളാവുന്നവനാണ്. ആമേൻ. അനുകരിക്കാൻ കൊള്ളാവുന്ന യേശുവിന്റെ മാതൃക ലൂക്കോസ് 22:39, യോഹന്നാൻ 11:41, ലൂക്കോസ് 6:12, മർക്കോസ് 6:45. ഇവിടെയെല്ലാം പുതിയ നിയമത്തിലെ പ്രാർത്ഥനയുടെ prayer warrior. He was a prayer warrior. പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന വേറെ ആരുമില്ല യേശുവിനെ പോലെ. യേശു കർത്താവ്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷെ യേശു കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ പ്രാർത്ഥനാ ജീവിതം നമുക്ക് അതുപോലെ കോപ്പി ചെയ്യാം. തനിക്ക് നേരിടാൻ വരുന്ന വലിയ പരിശോധനയുടെ മുൻപിൽ തൻ വിയർപ്പു തുള്ളികൾ വലിയ ചോരത്തുള്ളികൾ വീഴും പോലെ നിലത്തു വീണു. കർത്താവ് അതിന് മറുപടി ലഭിക്കുന്നതും വരെ പ്രാർത്ഥിച്ചു. കർത്താവായ യേശു ക്രിസ്തു ഒരു നല്ല മുറി ലഭിക്കട്ടെ, നല്ലൊരു AC ഹോള് കിട്ടട്ടെ, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞില്ല. മലമുകളിൽ കയറിപ്പോയി പിതാവിനോട് കൂടെ താൻ സമയം ചെലവഴിച്ചു. ഹല്ലേലൂയ. ലാസറിന്റെ കല്ലറക്കിൽ ദുഃഖത്തോടെ പ്രാർത്ഥിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം ഉണ്ടായപ്പോ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്വം ചെയ്യുന്ന ഒരു രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ക്യാൻ യു ഫോളോ ദാറ്റ്? അതൊന്ന് അനുകരിക്കാൻ പറ്റുമോ? എത്ര വലിയ തിരക്കിനിടയിലും കർത്താവ് ദൈവമുഖം അന്വേഷിക്കുവാനായി അത്ഭുതങ്ങൾ ചെയ്ത്, അടയാളങ്ങൾ ചെയ്ത്, ശിഷ്യന്മാരാ അടയാളത്തിൽ മുഴുകിയിരിക്കുമ്പോ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാനായി പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥനയുടെ പ്രത്യേകത ഞാൻ പറയട്ടെ. ലൂക്കോസ് 22:44, യേശു പ്രാണവേദനയിലായി അതിശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. ഈ അതിശ്രദ്ധയോടെ എന്ന വാക്കിന് എക്ടനോയിസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എക്ടനോയിസ് ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. എക്ടനോയിസ്, അതിശ്രദ്ധയോടുകൂടെ. പൗലോസ് തടവറയിലായിരുന്നപ്പോൾ സഭ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ച സെയിം ഗ്രീക്ക് വേർഡ് യൂസ്ഡ് ഹിയർ. കിട്ടട്ടെ. വിശ്വാസികൾ രക്ഷിക്കപ്പെടുന്നെങ്കിൽ രക്ഷിക്കപ്പെടട്ടെ, സ്നാനപ്പെടുന്നെങ്കിൽ സ്നാനപ്പെടട്ടെ, പാപ വഴിയിൽ നിന്ന് മനം തിരിയുന്നെങ്കിൽ തിരിയട്ടെ. എനിക്കെന്നാ കാര്യം? അങ്ങനെ ഒരു പ്രാർത്ഥനയല്ല. 2000 വിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. കിട്ടിയേ പറ്റത്തുള്ളപ്പാ, വഴി തുറന്നേ പറ്റത്തുള്ളൂ, കൂട്ട സ്നാനം നടന്നേ പറ്റത്തുള്ളൂ, എന്റെ ഈ ആയുസിൽ ആ ഉണർവിനെ കണ്ടേ ഒക്കത്തുള്ളൂ, എന്റെ തലമുറകളെ അങ്ങ് ഉപയോഗിക്കുന്ന കണ്ടേ എനിക്ക് പറ്റത്തുള്ളപ്പ, എന്റെ കണ്ണടയുന്നതിന് മുമ്പേ അത് സംഭവിച്ചേ ഒക്കത്തുള്ളൂ. അനേക ആത്മാക്കൾ എന്നിലൂടെ രക്ഷിക്കപ്പെടുന്ന എനിക്ക് കാണണം. എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കും? അതിശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ. ഫോളോ ഇറ്റ്. എന്റെ കർത്താവിനെ പോലെ അനുകരിക്കാൻ പറ്റിയ വേറൊരാളില്ല. മനുഷ്യന്റെ പ്രശ്നം, നമ്മൾ മനുഷ്യരെ കൂടുതൽ അടുത്തറിയുമ്പോൾ നമ്മൾ അവരെ വെറുക്കും. We will see their negative side. അവരുടെ കറുത്ത അധ്യായങ്ങൾ നമ്മൾ കാണുന്തോറും നമ്മൾ മനുഷ്യനിൽ നിന്ന് അകന്നു പോകും. എന്നാൽ ദൈവത്തോട് അങ്ങനെയല്ല. നമ്മൾ ദൈവത്തോട് അടുക്കും തോറും നമ്മുടെ സ്നേഹം വർദ്ധിക്കും. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മൾ ദൈവത്തോട് അടുക്കും തോറും, ദൈവത്തോട് കൂടെ നടക്കും തോറും ദൈവത്തെ പോലെ ആകുവാനുള്ള ആവേശം നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് പകരും. ഹല്ലേലൂയ.
ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ നമുക്ക് ഈ ദിവസങ്ങളിൽ എഴുന്നേക്കാം. നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ പണ്ട് കണ്ണുനീരൊഴുക്കി ഏതെങ്കിലും ഒരു ദിവസം ഓർമ്മയുണ്ടോ? ഹല്ലേലൂയ. ഒരു ഭക്തന്റെ ധൈര്യം എന്തെന്നറിയാമോ? താൻ ഒഴുക്കിയ കണ്ണുനീരുകൾ വെറുതെ ആയി പോയിട്ടില്ല. ഈ പ്രയർ ലൈനിൽ പ്രാർത്ഥിക്കാൻ വന്ന ദൈവമക്കളുടെ ആത്മാവിൽ ഞാനൊരു ദൂത് പറയട്ടെ. ഈ ദിവസങ്ങളിൽ കരയുന്ന കണ്ണുനീരുണ്ടല്ലോ, അത് വെറുതെ ആയി പോയിട്ടില്ല. അത് കർച്ചീഫിൽ ഒതുങ്ങി പോയിട്ടില്ല. അത് രാത്രിയിൽ കിടന്ന് കരഞ്ഞ പില്ലോയിൽ തീർന്നു പോയിട്ടില്ല. അത് വീണ മാറ്റിൽ ഇവാപ്പറേറ്റ് ആയി പോയിട്ടില്ല. നിങ്ങളുടെ കവിളിൽ നിന്ന് ആ കണ്ണുനീർ ധാരധാരയായി ഒഴുകിയപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആണിപ്പാടേറ്റ കരമുണ്ടല്ലോ, താൻ ഇറങ്ങി വന്ന കൈക്കുമ്പിളിൽ നിങ്ങളുടെ കണ്ണുനീരുകളെ സ്വർഗത്തിൽ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. വീര്യം കൂടുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, വീഞ്ഞിന്റെ വീര്യം കൂടുമ്പോൾ തുരുത്തി പൊളിയുന്നത് പോലെ നിങ്ങളുടെ കണ്ണുനീരിന്റെ ആഴം കൂടുമ്പോൾ തുരുത്തി പൊളിയും. ആ ഭർത്താവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുനീർ, തലമുറകളെ ഓർത്ത് കരഞ്ഞ കണ്ണുനീർ, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിന്ന് കരഞ്ഞ കണ്ണുനീർ ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സങ്കീർത്തനം 56:6, 1 ശമൂവേൽ 1:10 ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നു പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ മറുപടികൾ ഈ ദിവസങ്ങളിൽ ആമേൻ പ്രാർത്ഥന ലീഡ് ചെയ്തപ്പോൾ ജിജി ആന്റി പറഞ്ഞതുപോലെ it is on the way. Hallelujah. Thank you Jesus. വിശ്വസിക്കുന്ന ദൈവപൈതലെ, കരഞ്ഞ കണ്ണുനീരുകൾ വെറുതെ അല്ല. രഹസ്യമായി കണ്ണുനീർ തുടച്ച ആമേൻ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ആ കണ്ണുനീരുകൾ വെറുതെ അല്ല. തലമുറകളെ ഓർത്ത് നിലവിളിച്ച നിലവിളികൾ വെറുതെ അല്ല. ഹല്ലേലൂയ. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ ദൈവം വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കാൻ പോകുക. വേഗത്തിൽ ആ പ്രവൃത്തി നടക്കാൻ പോവുക. ദൈവമക്കളെ, ആ കണ്ണുനീർ നിങ്ങളുടെ ആമേൻ ഹല്ലേലൂയ തലമുറയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ പോകുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ അനുകരിക്കാൻ പറ്റിയ കാര്യം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ 1 പത്രോസിന്റെ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാ. 1 പത്രോസ് 2:21 വിശുദ്ധന്മാർക്ക് വരുന്ന കഷ്ടങ്ങളില് ഭീഷണി പറയാതെ സന്തോഷത്തോടെ അതിനെ നേരിടുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, വൈതരണികൾ ഉണ്ടാകാം, രോഗമുണ്ടാകാം, ദുഃഖം വരാൻ സാധ്യതയുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. എങ്കിലും നമ്മുടെ കർത്താവ് ഈ ലോകത്തെ ജയിച്ചവനാണ്. അനുകരിക്കേണ്ട വേറൊരു കാര്യം, കഷ്ടതയുടെ നടുവിലും ആമേൻ ഹല്ലേലൂയ 1 പത്രോസ് 2:21 ക്രിസ്തുവും നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, അല്ലെങ്കിൽ കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽ ചുവടുകൾ പിന്തുടരുവാൻ നല്ല മാതൃക വെച്ചിട്ട് പോയി. കർത്താവായ യേശു ക്രിസ്തുവാണ് ഏറ്റവും നല്ല മാതൃക. ഈ വചനം വായിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ വരുന്നത്, ഒരു കൊച്ചു കുഞ്ഞായിട്ട് പിടിയരിയൊക്കെ കൊണ്ട് സൺഡേ സ്കൂളിൽ കയറി ചെല്ലുമ്പോൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന എന്റെ വല്യപ്പ എല്ലാ ആഴ്ചയിലും പാടുന്നൊരു പാട്ടുണ്ട്, അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക് ആനന്ദ ജീവിത വഴിയിൽ എന്നെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ താങ്ക് യു ലോർഡ്. നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. Thank you Jesus. Thank you Lord. Oh, glorify your name Jesus. We lift up your name. അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ടെ, അല്പസമയം കർത്താവിനെ ആരാധിച്ചാട്ടെ, അല്പസമയം കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. അനുകരിക്കാൻ കൊള്ളാകുന്ന നല്ലൊരു ദൈവമാകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ആമേൻ ദൈവത്തെ അനുകരിപ്പീൻ. പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ഹല്ലേലൂയ. Thank you Jesus. സ്തോത്രം, സ്തോത്രം. To imitate Father, love like the Son did. പിതാവായ ദൈവത്തെ അനുകരിക്കണമെങ്കിൽ പുത്രൻ പിതാവിനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. പുത്രൻ പിതാവിനെ എങ്ങനെയാ സ്നേഹിച്ചത്? അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കുമ്പോ അനുസരണത്തിൽ പിതാവിനെ സ്നേഹിച്ചു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് തെളിവെന്തുവാ? ദൈവത്തെ അനുസരിക്കുന്നത് കൊണ്ടാ. ദൈവത്തെ അനുസരിക്കാൻ നമ്മുടെ നാട്ടുകാർ നമുക്ക് തടസ്സമാണോ? ദൈവത്തെ അനുസരിപ്പാൻ നമ്മുടെ വീട്ടുകാർ നമുക്ക് തടസ്സമാണോ?
ദൈവത്തെ അനുസരിപ്പാൻ നമ്മുടെ പ്രസ്റ്റീജ് നമുക്ക് തടസ്സമാണോ? നമ്മുടെ സ്നേഹം ക്രിസ്തുവിൽ പൂർണ്ണമല്ലവേ അല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലും മനുഷ്യരെ നോക്കി നിൽക്കത്തില്ല. നല്ല അവസരം വരട്ടെ അപ്പൊ ദൈവത്തെ അനുസരിക്കാം, അങ്ങനെ പറയത്തില്ല. അവർ പറയും എന്ത് വില കൊടുക്കേണ്ട വന്നാലും ദൈവത്തെ അനുസരിക്കും ഞാൻ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. എങ്ങനെ അനുസരിക്കണം? നാം പ്രിയ മക്കളാകുവാൻ, പ്രിയ മക്കളായിട്ട് അനുസരിക്കണം. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. സ്തോത്രം, സ്തോത്രം. താങ്ക് യു ജീസസ്. ക്രിസ്തുവും ആമേൻ ഹല്ലേലൂയ ഒരു സൗരഭ്യവാസനയായി തീർന്നു. ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് തന്നെത്താൻ താഴ്ത്തി ദൈവത്തിന് സൗരഭ്യവാസനായ കർത്താവിനെ പോലെ സൗരഭ്യവാസനയായി തീരാൻ വേണ്ടിയാ. സൗരഭ്യവാസന, എ പ്ലീസിംഗ് അരോമ unto the Lord. ദൈവത്തിന് സൗരഭ്യവാസനയാകുവാൻ ദൈവമക്കളെ ഈ ഭൂമിയിൽ നമ്മളെ ദൈവം ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സൗരഭ്യവാസനയാകാൻ വേണ്ടിയാ. എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൂടെ പോകുന്നവർ അത് സെൻസ് ചെയ്യണം. The people around us should sense the presence of, ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ സൗരഭ്യവാസനയായി നമ്മൾ തീരണം. അതിനുവേണ്ടി എത്ര പേര് സമർപ്പിക്കും? കർത്താവേ, എന്റെ ജീവിതം കൊണ്ട് എന്റെ ദൈവത്തിന് ഒരു സൗരഭ്യവാസനയായി തീരട്ടെ. ഹല്ലേലൂയ, എന്റെ ദൈവത്തിന് സൗരഭ്യവാസനയായി തീരട്ടെ. ഗ്ലോറിഫൈ യുവർ നെയിം ജീസസ്. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ. ക്രിസ്തു എങ്ങനാ സ്നേഹിച്ചത്? ക്രിസ്തുവിന്റെ സ്നേഹത്തെ ദൈവവചനം പറയുന്നത് അഗാപ്പെ എന്ന പദമാണ്. ഗോഡ്സ് കൈൻഡ് ഓഫ് ലവ്. ദൈവം സ്നേഹിച്ച പ്രകാരമുള്ള സ്നേഹം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന അപ്പച്ച, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങേ ആമേൻ കുമ്പിടുന്നപ്പോ അവിടുത്തെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാം. I have decided to follow Jesus. എന്റെ കർത്താവിനെ അനുകരിക്കാൻ, എന്റെ കർത്താവിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആമേൻ സമർപ്പിക്കുക. എന്റെ ദൈവം പൂർണ്ണനായതുപോലെ ഞാനും പൂർണ്ണനാകാനായി ക്രിസ്തുവിൽ സമർപ്പിക്കുക. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ രക്ഷിച്ചതിന്റെ ഏറ്റവും വലിയ പർപ്പസ് എന്തോന്നറിയാമോ? God's purpose in redemption is to make us more like him. ദൈവത്തെ പോലെ നമ്മളെ ആക്കാൻ വേണ്ടിയ. റോമർ 8:29 നമുക്കറിയാം. ആമേൻ. തന്റെ പുത്രനോട് ഏകീഭവിക്കാൻ വേണ്ടി, തന്റെ പുത്രനോട് അനുരൂപരാകുവാൻ വേണ്ടി, തന്റെ പുത്രനെ പോലെ ആയി തീരാനാ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. To be conformed to the image of Christ, to become holy like God is holy. ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ, തന്റെ പുത്രനായ യേശുവിന്റെ ഇമേജ് പോലെ നമ്മളും വിശുദ്ധരായിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ദൈവത്തെ അനുകരിക്കുക എന്നുള്ള പദം പറയുമ്പോൾ, ദൈവത്തെ അനുകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്കത് പറ്റത്തില്ല. ദൈവത്തെ അനുകരിക്കാൻ നമുക്ക് അതിന് ദൈവത്തിന്റെ ശക്തി ആവശ്യമാണ്. ദൈവത്തെ പോലെ ചിന്തിക്കാൻ, ദൈവത്തെ പോലെ സംസാരിപ്പാൻ, ദൈവത്തെ പോലെ പ്രവർത്തിക്കാൻ. ബിക്കോസ് ഹി ഈസ് ആൻ ഇൻഫിനിറ്റ് ഗോഡ്. വലിയ ദൈവം. അത്ര വലിയ ദൈവത്തെ പോലെ എങ്ങനെ ആവാൻ പറ്റും? പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവം നമ്മളെ ശക്തീകരിക്കും, ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മളെ സഹായിക്കും. ടു ലീവ്, the Holy Spirit will enable us to live holy lives for his glory. ദൈവത്തിന്റെ മഹത്വത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിനെ പോലൊരു ജീവിതം ഈ ഭൂമിയിൽ കാഴ്ചവെക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, ഇതൊരു ലോ ലെവൽ പ്രൊഫൈൽ അല്ല. ഈ ക്ലാസുകൾ പ്രിയ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്കുള്ളതാണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവിനെ അനുകരിക്കേണ്ടത്, ഹി ഈസ് ഹോളി.
ദൈവം വിശുദ്ധനാണ്, അതുകൊണ്ട് നാമും വിശുദ്ധരായിരിക്കണം. ദൈവം സ്നേഹമാണ്, അതുകൊണ്ട് നാമും സ്നേഹമായിരിക്കണം. He forgives, we are to be forgiving. He is truthful, we are to be truthful. ദൈവം സത്യമായതുകൊണ്ട് നമ്മളും സത്യം സംസാരിക്കണം. നമ്മളും സഹോദരന്മാരോട്, സ്നേഹിതന്മാരോട് സത്യം സംസാരിക്കണം. He is patient and we are to be patient. ദൈവം ദീർഘമായി ക്ഷമിക്കുന്നവനായതുകൊണ്ട് നാമും ക്ഷമിക്കുന്നവരാകണം. He is kind. ദൈവം ദയയുള്ളവനായതുകൊണ്ട്, ആമേൻ, അവിടുന്ന് ദയയുള്ള ആളായതുകൊണ്ട് we are to be kind. നാമും ദയയുള്ളവരായിരിക്കണം. ദൈവം കരുണയുള്ളവനായതുകൊണ്ട് നാമും കരുണയുള്ളതായിരിക്കണം. ഹല്ലേലൂയ. ദൈവം എന്തിലൊക്കെ ഏതൊക്കെയാണോ നാം അതെല്ലാം ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നടക്കുക എന്ന വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? സ്നേഹത്തിൽ നടക്കണം. ഈ ഒരു അധ്യായത്തില് നടപ്പിനെ പറ്റി പറഞ്ഞേക്ക് ശ്രദ്ധിക്കണം. 5:2 സ്നേഹത്തിൽ നടക്കണം. 5:9 വെളിച്ചത്തിൽ നടക്കണം. വെളിച്ചത്തിൽ നടക്കണം. ആമേൻ. 5:15 ജ്ഞാനികളായിട്ട് നടക്കണം. നടപ്പിനെ പറ്റി പറയാം. നടക്കണം. എങ്ങനെ നടക്കേണ്ടത്? സ്നേഹത്തിൽ നടക്കണം. ഈ നടക്കുക എന്നുള്ള പദം പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത്. ഇറ്റ്സ് എ ഡെയിലി പ്രോസസ്. മാൻ, കർത്താവ് നമ്മളെ കർത്താവ് സ്നേഹിച്ചത് അൺകണ്ടീഷണൽ ആയിട്ടാ. അൺഡിസേർവ്ഡ്, അൺഎൻഡിങ് ആൻഡ് സെൽഫ് സാക്രിഫൈസിങ് ലവ്. അതിലെ 2-ാം വാക്യത്തിൽ പറയുന്നത് സ്വയം യാഗമാകുന്ന, ആമേൻ, യാഗമായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു കർത്താവ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എത്ര ദൈവമക്കൾക്ക് ഇന്ന് ദൈവത്തോട് നന്ദി പറയാൻ പറ്റും. കർത്താവേ, നീ എനിക്ക് വേണ്ടി ആമേൻ യാഗമായതിനാൽ, ആ സൗരഭ്യവാസനയായതിനാൽ സ്തോത്രം കർത്താവേ. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി സ്വയമായിട്ട്, ആ വാക്ക് ശ്രദ്ധിച്ചായിരുന്നു നിങ്ങള്? ആമേൻ. ദൈവത്തിന് സൗരഭ്യവാസനയായി അർപ്പിച്ചു. തന്നെത്താൻ അർപ്പിച്ചു. നിർബന്ധത്താലല്ല, വിത്ത് ഓൾ ഹാർട്ട്. അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കുമ്പോ, മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോ, കർത്താവ് മുഴു ഹൃദയത്തോടെ തന്നെത്താൻ സമർപ്പിച്ചതുപോലെ നമ്മളും we should love others with our whole heart. നമ്മുടെ മുഴു ഹൃദയത്തോടുകൂടെ സ്നേഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 2, സ്നേഹത്തിൽ നടപ്പിന്ന് പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും നന്മകൾ ഒരാൾ ചെയ്യുമ്പോൾ മാത്രം സ്നേഹിക്കാനല്ല. അങ്ങനെ ഒരു സ്നേഹമുണ്ട് ലോകത്തിൽ. എന്തെങ്കിലും നന്മകൾ കൈപ്പറ്റുമ്പോൾ മാത്രം ഒരു സ്നേഹമുണ്ട്. അത് മറന്നു കഴിയുമ്പോൾ പിന്നെ ആ സ്നേഹം അസ്തമിച്ചു പോകും. അങ്ങനെയല്ല, എപ്പോഴും സ്നേഹിക്കുന്നവരായി. ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് പ്രോസസ്. സ്നേഹത്തിൽ നടക്കുവാൻ, വാക്കിംഗ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. എല്ലാറ്റിനേക്കാളും ഉപരി നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാനായി നമുക്ക്, ഹല്ലേലൂയ, നമ്മളെ തന്നെ സമർപ്പിക്കാം. യോഹന്നാൻ 14:15 ഇഫ് യു ലവ് മീ കീപ് മൈ കമാൻഡ്മെന്റ്സ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകളെ അനുസരിപ്പീൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാൻ കേട്ടോ. യേശുക്രിസ്തുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ ദൈവത്തോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തിയത് താൻ ക്രൂശോളം താന്നിട്ടാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ പറയാം, കർത്താവേ, ഞാൻ അങ്ങേ അനുസരിക്കാൻ പോകുകയാണ്. I am offering my life unto you because you offered your life as a pleasing aroma unto God. Hallelujah. ഒന്ന് പറയാം, കർത്താവേ, എന്റെ ജീവിതം ഒരു സൗരഭ്യമുള്ളതായി തീരട്ടെ. Hallelujah. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം പ്രകടിപ്പിച്ചത് തന്നെത്താൻ എന്ന് കൊടുത്തു ദൈവത്തിന്. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കുന്ന അറിയാമോ? നമുക്കും തന്നെത്താൻ അങ്ങോട്ട് സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് വേണ്ടി ഒരു സൗരഭ്യവാസനയായി തീരാം. ദൈവത്തിന് വേണ്ടി ഒരു സൗരഭ്യവാസനയായി തീരാം. ഹല്ലേലൂയ. ഓ റബ ശഖനബസ്യന്തരബ. കർത്താവേ, എന്റെ ജീവിതം കൊണ്ട്
ദൈവത്തിന് ഒരു സൗരഭ്യവാസനയായി തീരട്ടെ. ലോകമത് മണക്കട്ടെ, ലോകമത് തിരിച്ചറിയട്ടെ. ആമേൻ. രണ്ടാമത്തെ വാക്യം പറയാം, നമുക്ക് വേണ്ടി. ആമേൻ. നമുക്ക് വേണ്ടി. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടി തന്നെത്താൻ. യേശു കർത്താവ് ജനിച്ചത് നമുക്ക് വേണ്ടിയാണ്. യേശു കർത്താവ് ജീവിച്ചത് നമുക്ക് വേണ്ടിയാണ്. യേശു കർത്താവ് കാൽവറിയിൽ മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. അവിടുന്ന് ഇനി രാജാതി രാജാവായി ഇറങ്ങി വരുവാൻ പോകുന്നത് നമുക്ക് വേണ്ടിയാണ്. ഈ രണ്ടു വാക്യത്തിലെ മാത്രം നിന്നുകൊണ്ട് ഞാൻ സംസാരിച്ചത് വേറൊന്നിനുമല്ല. The call here is for the people of God to imitate their Father and their Savior by practicing unconditional sacrificial love. Amen. Hallelujah. പരിധികളില്ലാത്ത, വ്യവസ്ഥകൾ വെക്കാതെ സ്നേഹിക്കുന്ന ആ സ്നേഹം, ഹല്ലേലൂയ, അതൊന്ന് അനുകരിക്കാം. നമുക്ക് വ്യവസ്ഥ വെച്ചോണ്ട് സ്നേഹിച്ച സ്നേഹമൊക്കെ ഒന്ന് നിർത്താം. കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? കർത്താവ് നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം ക്രൂശിന്റെ ശത്രുക്കളായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ചു. നമ്മൾ സ്നേഹിക്കുന്നത് ആരെയാ? നമ്മുടെ സ്നേഹിതരെയാ സ്നേഹിക്കുന്നത്. ക്രിസ്തു സ്നേഹിച്ച തന്റെ ശത്രുക്കളെയാ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നമുക്ക് പറയാം, കർത്താവേ, പാപികളായിട്ട് ദൈവത്തോട് ശത്രുക്കളായിരിക്കുന്നവരെ സ്നേഹിക്കാൻ ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണേ കർത്താവേ. വിശ്വാസികളെ നമ്മൾ സ്നേഹിക്കും. നമ്മുടെ ചർച്ചിലുള്ള ദൈവമക്കളെ നമുക്ക് സ്നേഹിക്കും. ഇന്ന് രാത്രി മിഷൻ മന്ദിൽ ദൈവത്തിന്റെ ആത്മാവ് പറയാ, പാപികളായിരുന്നപ്പോ നമുക്ക് വേണ്ടി ക്രിസ്തുവിൻ സൗരഭ്യവാസനയായതുപോലെ ഒന്ന് ജീവിതം വെച്ചു കൊടുക്കാമോ? സുവിശേഷത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടിയ ജീവിതത്തെ ഒന്ന് വെച്ചു കൊടുക്കാമോ? കർത്താവേ, അവിടുന്ന് സൗരഭ്യവാസനയായതുപോലെ ഞാൻ അതിനെ അനുകരിക്കുകയാണ്. ഐ ആം ഫോളോയിങ് യുവർ ഫുട് സ്റ്റെപ്സ് ലോർഡ്. എന്റെ ജീവിതം ഒരു സൗരഭ്യവാസനയായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, genuine love is always measured by what it gives, not by what it gains. ഒന്നുകൂടെ ഞാൻ പറയാം, genuine love is always measured by what it gives, not by what it gains. ഒരു യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തു കൊടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അളവ് പോലെ, അല്ലാതെ എന്തു നേടുന്നു എന്നുള്ളതല്ല. ദൈവമക്കളെ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. എല്ലാ താഴ്മയോടും കൂടി ഞാൻ ആത്മാവിൽ പറയട്ടെ, യേശുവേ, കർത്താവേ, നന്ദിയോട്. ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. I'm going to wind up this class here. ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, can others see the Father in you? സ്വർഗസ്ഥനായ പിതാവിനെ നിങ്ങളുടെ മുഖത്ത്, നമ്മുടെ മുഖത്ത് മനുഷ്യർക്ക് വായിച്ചെടുക്കാൻ പറ്റുമോ? Can others see Father in you? We are challenged to be surrendered the Father, that we become like Him. ദൈവത്തെ പോലെ ആകുവാൻ ഇന്ന് നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവേ, ഞാൻ അങ്ങേ പോലെ ആയിത്തീരട്ടെ. ഹല്ലേലൂയ. നമ്മൾ പിതാവായ ദൈവത്തെ അനുകരിക്കുമ്പോൾ, പിതാവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുമ്പോൾ, ആ സ്നേഹം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ആ സ്നേഹം നമ്മുടെ ഭവനത്തെ മാറ്റിമറിക്കും. ആ സ്നേഹം നമ്മുടെ സഭയെ മാറ്റിമറിക്കും. ആ സ്നേഹം നമ്മുടെ പട്ടണത്തെ മാറ്റിമറിക്കും. ആ സ്നേഹം നമ്മുടെ രാജ്യത്തെ മാറ്റിമറിക്കും. ആ സ്നേഹം ലോക രാജ്യങ്ങളെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പിതാവ് നമ്മളെ സ്നേഹിച്ചതുപോലെ ഈ ലോകത്ത് വേറൊരു സ്നേഹമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം പാപികൾക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയമുള്ളതാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവേ, പാപികൾക്ക് വേണ്ടി, രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി, കർത്താവിനെ അറിയാത്തവർക്ക് വേണ്ടി ഒഴുകുന്ന ഒരു ദൈവസ്നേഹം ഞങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം പോലെ സ്നേഹം നമുക്കുണ്ടായ ഒക്കത്തോളം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അത് അങ്ങനത്തെ ഒരു സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം പോലെ ഒരു സ്നേഹം ഈ ലോകത്ത് വിലമതിക്കാനാവാത്തതാണ്. ആമേൻ. സ്തോത്രം. ഒരുമിച്ച് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രിയ മക്കളാണോ? ആമേൻ. Strive to be like Him.
ദൈവത്തെ പോലെ ആകാനായിട്ട് മുഴുവൻ മനസ്സോടുകൂടെ ശ്രമിക്കുക. ആമേൻ. ദൈവം ജീവിച്ചതുപോലെ ദൈവത്തെ പോലെ ജീവിക്കാനായിട്ട്, ദൈവത്തെ പോലെ സ്നേഹിക്കാനായിട്ട് പറ്റുമോ ദൈവമക്കളെ? ദൈവത്തിന്റെ വചനം പറയാ അനുകരിക്കാൻ, ദൈവത്തെ അനുകരിക്കാൻ. അപ്പം നടക്കാത്ത കാര്യങ്ങളൊന്നും വചനം പറയത്തില്ല. ബട്ട് ഇറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ. ഇറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ. You cannot do it with your ability. I cannot do it with my ability. I cannot accomplish it with my ability. I cannot achieve it with my ability. But I can do with the Holy Spirit. The power of the Holy Spirit will enable me. Hallelujah. കർത്താവിന്റെ ആ സ്നേഹം, കർത്താവിന്റെ ആ താഴ്മ, കർത്താവിന്റെ വിനയം നമുക്ക് അനുകരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് ധാരാളമായി നമ്മളെ അനുകരിക്കട്ടെ. ഈ പ്രേരണയിൽ വന്ന ദൈവമക്കളെ, ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി നമുക്ക് തീരാം. ഒരു തൈലക്കാരന്റെ തൈലത്തിലെ ഒരു ചത്ത ഈച്ച തൈലക്കാരന്റെ പിണ്ടം മുഴുവൻ മാറുമാറാക്കുന്നെങ്കിൽ ഈ ലോകത്തിൽ നാം ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. ഞാൻ സുഗന്ധമായി മാറട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഞാനൊരു സുഗന്ധമായി മാറട്ടെ. ഞാൻ നിൽക്കുന്ന പട്ടണത്തിൽ, എന്റെ വീട്ടിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, let me a pleasing aroma unto you, Lord. Hallelujah. God bless you all. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 2 വാക്യമാണ് നമ്മൾ ക്രിസ്തുവിൽ ധ്യാനിച്ചത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് പോകരുത്. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്നവരായിട്ട് അത് അനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് ആ വചനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ കുമ്പിടുന്ന കർത്താവേ, അങ്ങയെപ്പോലെ ആയിത്തീരാൻ, അങ്ങ് നടക്കുന്നത് പോലെ നടക്കുവാൻ, അങ്ങ് സംസാരിക്കുന്ന പോലെ സംസാരിപ്പാൻ, അങ്ങ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുവാൻ, അങ്ങ് സ്നേഹിക്കുന്ന പോലെ സ്നേഹിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയെപ്പോലെ ആയിത്തീരട്ടെ. കർത്താവേ, മനുഷ്യരെ നോക്കുമ്പോൾ പലരെ പോലെ ആയിത്തീരും ഞങ്ങൾ ആഗ്രഹമുണ്ടാകും. എന്നാൽ ഞങ്ങളതെല്ലാം മാറ്റിവെക്കുന്ന കർത്താവ്, ആ ബുദ്ധിമാനെ പോലെ ആകാനല്ല, ആ സൗന്ദര്യമുള്ള വ്യക്തിയെ പോലെ ആകാനല്ല, ആ കഴിവ് കണ്ടിട്ട് അതുപോലെ ആകാനല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ പോലെ ആകണം, ഞങ്ങൾക്ക് യേശുവിനെ പോലെ ആകണം. Help us Holy Spirit to be a perfect in Christ. കർത്താവേ, ക്രിസ്തുവിൽ പരിപൂർണനാകുവാൻ ഞങ്ങളെ സഹായിച്ചാണ്. ഈ പ്രേരണയിൽ വന്ന എല്ലാ ദൈവമക്കളെ ഞാൻ ആത്മാവിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. God bless you all.